ഞാൻ പാൽ കാച്ചുകയാണ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഡിക്കോക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡിക്കോക്ഷനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പാൽ മെല്ലെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ എല്ലാം വീഡിയോന് വേണ്ടി സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഡിക്കോക്ഷൻ ഞാൻ ഉണ്ടായിരുന്നില്ല, ഇട്ടു. പിന്നെ മെല്ലെ ചൂടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പാൽ. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം റൂമും സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മെല്ലെ പാൽ കാച്ചി വെച്ചു. പിന്നെ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള പാൽ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആറാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വൈകുന്നേരം നേരത്ത് ഞാൻ പേപ്പർ വായിക്കും കേട്ടോ. അതൊരു ശീലമാണ് എനിക്ക്. എപ്പോഴും ഒരു വൊക്കാബുലറിയൊക്കെ വളർത്തണം. പിന്നെ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അങ്ങനെയൊക്കെ ചില ഇതൊക്കെ എനിക്കിഷ്ടമാണ്. ഓക്കെ, വായനശീലമൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഈവനിങ് ടൈമിൽ ഞാൻ പേപ്പർ വായിക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം പേപ്പർ വായിച്ചിട്ട് മെല്ലെ കോഫി കുടിക്കാൻ തുടങ്ങി കേട്ടോ. മെല്ലെ ഹെഡ്ലൈൻസൊക്കെ വായിച്ച് മെല്ലെ ഐ വാസ് ഗോയിങ് ത്രൂ ദ പേപ്പർ. അന്നത്തെ ഒരു ദിവസം ഇല്ലെങ്കിൽ എനിക്ക് പോവില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അതോടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ വീട്ടിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നിയത് കേട്ടോ. അങ്ങനെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മെല്ലെ വായിക്കുന്നത് മെല്ലെയാണ് കേട്ടോ പേപ്പർ. അങ്ങനെ വായിച്ച് മെല്ലെ കോഫി കുടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പൊതുവെ ഞാൻ ബോറടിച്ച കോഫിയുടെ കൂടെ അങ്ങനെ മെല്ലെ ടി വിയൊക്കെ കണ്ട് അങ്ങനെ പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ കേൾക്കും, ഇല്ലെങ്കിൽ ന്യൂസ് കാണുകയാണെങ്കിൽ കാണും. അങ്ങനെ ഒരു ശീലമുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഹോം വർക്ക് അങ്ങനെ അവരുടെ സ്കൂളിൻ്റെ ഒരു പഠിത്തം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതോടെ അങ്ങനെ ഈവനിങ് ബിസി ആവുന്നതാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ കോഫി കുടിച്ച് കുറച്ച് നേരം ഒന്നിരുന്നു കേട്ടോ. ടി വിയും കണ്ടുകൊണ്ട് കുറച്ച് റിലാക്സേഷൻ ടൈം, മീ ടു ടൈം എന്ന് പറയുമല്ലോ, അങ്ങനെ ഞാൻ മെല്ലെ കോഫി കുടിച്ച് മെല്ലെ എന്താ വേണ്ടത് അതെല്ലാം ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെയും കുറച്ച് നേരം പേപ്പർ വായിച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കടന്നു ഞാൻ. ഓക്കെ, കിച്ചൺ ആകെ ഒന്ന് സെറ്റാക്കാനായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. മെല്ലെ ഞാൻ എല്ലാ സാധനങ്ങളും അങ്ങനെ ക്ലിയർ ആക്കാൻ തുടങ്ങി കേട്ടോ. മെല്ലെ അതിനെ എല്ലാം പൊതുവെ മേലെ താഴെ ആയതൊക്കെ ഒന്ന് മെല്ലെ ഒതുക്കാൻ തുടങ്ങി കേട്ടോ. അതായത് സിലിണ്ടറുടെ താഴെ, പിന്നെ അവിടെ പാത്രം കഴുകുന്നയുടെ അടുത്ത് എല്ലാമേ ക്ലിയറാക്കി തുടങ്ങി. പിന്നെ കണ്ടപ്പോൾ അരി ഡബ്ബ നിറയ്ക്കണമായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു മെയിൻ പണി എപ്പോഴും എനിക്ക് അങ്ങനെയുണ്ട്. ഗ്രോസറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാനെല്ലാം നിറച്ച് നോക്കിയിട്ട് വയ്ക്കുന്നതാണ്. പിന്നെ മെല്ലെ നിറയ്ക്കാനായിരുന്നു പാട് കേട്ടോ. അങ്ങനെയാണ് ഒത്തിരി ടൈമായത്. പിന്നെ മെല്ലെ കുറച്ച് ഭാരം ഉണ്ടായിരുന്നു. അത് ഒരു അരി വയ്ക്കുന്ന ഒരു ഡബ്ബ. അത് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ നിറച്ച് മെല്ലെ അവിടെ
ഒതുക്കി വെക്കാൻ നോക്കി കേട്ടോ. അതോടെ തന്നെ അത് അവിടെ മിക്സിയൊക്കെ തുടച്ചെടുത്തു. പിന്നെ അത് കോഫി ഡിക്കോക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ക്ലിയറാക്കി. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ മെല്ലെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. മെല്ലെ അത് താഴെ അങ്ങനെ നോക്കി. അത് ഒരുപാട് പെൻഡിങ് ആയിരുന്നു വർക്ക് ഒക്കെ. ഞാൻ എപ്പോഴും മടിയാണ് എല്ലാം ചെയ്യാൻ. വീട്ടിൻ്റെ പണി എന്നെടുത്ത് നോക്കുമ്പോൾ എപ്പോഴും തിരക്കാണ്. കുട്ടികളുള്ളപ്പോൾ ഒക്കെ ചെയ്യാൻ ഒരു പ്രത്യേക ഒരു മടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മെല്ലെ ഒരുപാട് ഭാരം ഉണ്ടായിരുന്നു. അത് അരിയുടെ ഒരു കാര്യം. അത് മെല്ലെ ഡബ്ബ നിറച്ച് നീറ്റായി ഒതുക്കി. എല്ലാം പൊടിയൊക്കെ എന്തെങ്കിലും പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എല്ലാം മടക്കി എടുത്ത് വെച്ചു. ഓക്കെ, എല്ലാം അത് സെറ്റാക്കി മെല്ലെ ഞാൻ അരി ഡബ്ബ ഫിൽ ചെയ്ത് മെല്ലെ വെച്ചു. ഓക്കെ, അതാകെ വഴുക്കി വീഴണ അവസ്ഥയിലായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ മെല്ലെ ഞാൻ ചെറിയ പണി കിച്ചണിൽ തന്നെ മെല്ലെ അത് ക്ലിയറാക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ മെല്ലെ ഞാൻ അടിച്ചു വാരാനാണ് തുടങ്ങിയത്. ഓക്കെ, ഇത് ഷൂട്ട് ചെയ്യാനാകെ ഒന്ന് അത് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്ത. അപ്പം മെല്ലെ ഞാൻ കിച്ചണിൽ മാത്രം കച്ചടമൊക്കെ പെറുക്കിയിട്ട് മെല്ലെ അത് ക്ലിയറാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും വെളുത്തുള്ളിയുടെ കാര്യം അതൊക്കെ അങ്ങനെ ആക്കി. പിന്നെ ഇഡ്ഡലി റൈസ് അങ്ങനെ തന്നെ അരി കാലിയുള്ള പോലെ ഇഡ്ഡലി റൈസ് വെക്കുന്ന ഒരു ഗ്രോസറി ഡബ്ബ അതും കാലിയായിരുന്നു കേട്ടോ. അതും ഫില്ല് ചെയ്ത് മെല്ലെ വെച്ചു. പിന്നെ സ്റ്റാൻഡൊക്കെ ക്ലിയറാക്കി. അതായത് വെളുത്തുള്ളി വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഞാൻ പൊടിയൊക്കെ തട്ടി നീറ്റായിട്ട് വെച്ചു. പിന്നെ സ്ലാബൊക്കെ ഒന്ന് ക്ലിയറാക്കി കൊടുത്തു കേട്ടോ. എന്തൊക്കെ ചെയ്താലും പൊതുവെ അത് പൊടി ഉണ്ടാവും എപ്പോഴും. 3 നേരവും നോക്കിയിട്ട് തുടച്ചില്ലെങ്കിൽ എപ്പോഴും കോക്രോച്ചോ ഇല്ലെങ്കിൽ വല്ല ഒരു എറുമ്പോ വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും തുടച്ച് വെക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നീറ്റായിട്ട് വെച്ചില്ലെങ്കിൽ അത് ആകെ പാടാവും എനിക്ക് പിന്നേക്ക് ക്ലീനാക്കാൻ. പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് മെല്ലെ തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ. പിന്നെ സെറ്റാക്കി കേട്ടോ അവിടുത്തെ പാത്രങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ക്ലീനാക്കുന്നതൊക്കെ ആക്കിയിട്ട് ഞാൻ മെല്ലെ തുടങ്ങി കേട്ടോ എല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. അവിടെ ആകെ പാത്രമൊക്കെ ഫില്ല് ചെയ്ത് കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മെല്ലെ നോക്കിയിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ഒരു മൊബൈലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റോറേജും ഫില്ലായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെല്ലെ ഷൂട്ട് ചെയ്യാൻ ടൈമായത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലിയറാക്കി തുടങ്ങി കേട്ടോ. കിച്ചണിലത്തെ എല്ലാ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒരു തുടച്ച് വിടാറുണ്ട്. പൊതുവെ രാത്രി ഞാൻ 2-3 നേരം ഞാൻ എപ്പോഴും അടിച്ചു വാരാറുണ്ട്. ഓക്കെ, എല്ലായിടത്തു നിന്നും പൊടി എടുത്ത് മാറ്റാറുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് കഷ്ടമാണ് ക്ലിയറാക്കാൻ തന്നെ. അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു പണി പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അടുത്തത് എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കൊന്നും ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഒരു ഈവനിങ് വ്ളോഗായിട്ടും ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു
വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. എങ്ങനെയാണ് വരുന്നത് അറിയില്ല, പക്ഷേ നോക്കാം. ഒരു ഹോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ ഇങ്ങനെ എല്ലാം ക്ലിയർ ആക്കി തുടങ്ങി. നീറ്റായിട്ട് എല്ലായിടത്തും എടുത്തിട്ട് ഞാൻ ഒരിടത്താക്കി കേട്ടോ. എല്ലാം ക്ലിയറാക്കി അത് വാരി കൂട്ടിയിടുകയാണ്. മുറത്തു നിന്ന് എടുത്ത് ക്ലിയറാക്കി കേട്ടോ. പിന്നെ അതൊരു സ്റ്റാൻഡ് ക്ലിയറാക്കി. പിന്നെയൊക്കെയാണ് ഞാൻ ഓർത്തത്, ഓക്കെ, അതിനി പ്രൊവിഷൻസൊക്കെ എടുത്ത് വെക്കണമായിരുന്നു എന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ 2-3 തവണ ക്ലീനാക്കിയാലേ എനിക്കൊന്ന് കിച്ചൺ ക്ലീനായതുപോലെ തോന്നും കേട്ടോ. അതാണ് അതിനെ മെല്ലെ അടിച്ചു വാരി എടുത്തത് ഞാൻ. പിന്നേക്ക് ഞാൻ ഈവനിങ് ആയിട്ട് മോൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് എടുക്കാമെന്ന് കരുതി. ഓക്കെ, ഇതൊന്ന് നല്ല ഒരു ഫേസ് വാഷാണ്. എനിക്ക് എപ്പോഴും പീരിയഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇനി എന്തെങ്കിലും വല്ല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ആക്നെ ഉണ്ടാവും. അപ്പോൾ ആക്നെയൊക്കെ മാറ്റാനും ഓപ്പൺ പോർസൊക്കെ മാറ്റാനും ഈ ഒരു ഫേസ് വാഷ് എനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെ മുഖമൊക്കെ കഴുകിയിട്ട് ആകെ ഒരുപാട് ഇവിടുത്തെ ചൂടുള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് വേർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എക്സ്ഫോലിയേറ്റ് ചെയ്യാമെന്ന് കരുതി സ്കിന്ന്. പിന്നെ അങ്ങനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എക്സ്ഫോലിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ മെല്ലെ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കാണാറുണ്ട് കേട്ടോ. ആ ഓപ്പൺ പോർസൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഒക്കെ പോകുന്നതും സ്കിന്നിൻ്റെ റഫ്നെസ്സൊക്കെ മാറിക്കിട്ടി കേട്ടോ. അങ്ങനെ നല്ലൊരു എക്സ്ഫോലിയേഷൻ ആയിരുന്നു എനിക്കത്. ആപ്രിക്കോട്ടിൻ്റെ ആണ് കിട്ടിയിരുന്നത് കേട്ടോ. ഞാൻ പല ബ്രാൻഡ്സിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കേട്ടോ. പിന്നെ ടെൻഷനിൽ ഞാൻ അങ്ങനെ ഓടി വന്നതാണ്, ഓക്കെ, ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ. പിന്നെ അടുത്തതായിട്ട് ഇങ്ങനെ ഈവനിങ് പിന്നെയും സ്കിൻ കെയർ കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ ഞാൻ 1 വർഷം മുമ്പേ തന്നെ ഹൗസ് വൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയറും ഈവനിങ് എന്തൊക്കെയാണ് എങ്ങനെയാണൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെ ഹെയർ കെയറൊക്കെ ചെയ്യണം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ മുടി കുറച്ച് നീളമുണ്ട്. പിന്നേക്ക് ഞാൻ മുടി കുറച്ച് ഷോർട്ടാക്കി വെച്ചു കേട്ടോ. അത് ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സ് ആയിട്ടും റഫ്നെസ്സായിട്ടും എന്തൊക്കെ ഓയിൽ വെച്ചിട്ടും അതൊന്നും ഭംഗി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് എന്നൊക്കെ പറഞ്ഞതൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പൊതുവെ അത് ഫേസൊക്കെ ഒന്ന് ക്ലിയറാക്കി കൊടുത്തു. ഓക്കെ, മേക്കപ്പൊക്കെ ഇട്ട്. പിന്നെ നോക്കുമ്പോൾ ഹാളിൽ പിന്നെ ബെഡ്റൂമിലൊക്കെ തുണി ആകെപ്പാടെ കണ്ടമാനം കിടക്കുകയായിരുന്നു കേട്ടോ. വൃത്തികേടായിട്ട് ഇങ്ങനെ കുപ്പ പോലെ, ഒരു വേസ്റ്റ് വലിച്ചെറിയുന്ന പോലെ. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ഒരുപാട് മുടിയൊക്കെ റൂമൊക്കെ ഒന്ന് ക്ലിയറാക്കി കൊടുത്തു. പിന്നെ എല്ലാമേ ഞാൻ തുണിയെല്ലാം മടക്കി വെച്ച് എവിടെയൊക്കെ വെക്കണം അവിടെയൊക്കെ വെച്ച് പിന്നെ റൂമിലോട്ട് കയറി. പിന്നെ എന്തെങ്കിലും എല്ലാം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് 1 റൗണ്ട് ഒരു വീഡിയോ എടുത്തതാണിത്. ഒരു ചെറിയൊരു ടെൻഷൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലീനിങ് വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, അടുത്തതായി എല്ലാം ഞാൻ അയൺ തുണിയൊക്കെ മാറ്റി വെച്ചു. പിന്നെ ബെഡ്റൂമിലത്തെ എല്ലാ പൊടി സാധനങ്ങളെല്ലാം ക്ലിയറാക്കി കേട്ടോ. എല്ലാം എന്താ വേണ്ടത്, കുട്ടികളുടെ കളിപ്പാട്ടമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നീട് എന്ന് പറയാനുള്ളത്, മെല്ലെ വീഡിയോ എവിടെ നിന്ന് എങ്ങനെ എടുക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 2-3 എടുത്ത് നോക്കിയപ്പോഴാണ് ഒന്ന് ഐഡിയ കിട്ടിയത്. അങ്ങനെ എടുത്തതാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ പിന്നേക്ക് ഞാൻ സെറ്റാക്കി റൂമെല്ലാം പിന്നെ ഒരു അടിച്ച് വാരി തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് രാത്രി ഇല്ലെങ്കിൽ വൈകുന്നേരം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്ത് അടിച്ചു വാരി തുടച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു റുട്ടീൻ പോകുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലിയറാക്കി കൊടുത്തായിരുന്നു. കുട്ടികളുടെ എല്ലാ സാധനങ്ങളും ക്ലിയറാക്കി കേട്ടോ. അങ്ങനെയാണ് ഞാൻ മെല്ലെ മെല്ലെ നോക്കിയിട്ട് വെച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾ ഇനി ഇതാണ് എൻ്റെ ഒരു കൊച്ചു വീട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്ലിയർ ആക്കുന്നത്. എല്ലാമേ മടക്കണമെന്ന് കരുതി പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക്. അപ്പോൾ ഈ ഒരു ക്ലീനിങ് വീഡിയോ, ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.